ഇനി നമ്മൾ ചെയ്യാൻ പോണത് തേർഡ് എക്സ്പെരിമെൻ്റ് ആയിട്ടുള്ള സിമുലേഷൻ ഓഫ് 3 ഫേസ് കൺവേർട്ടേഴ്സ് ആണ്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം സർക്യൂട്ട് ഡയഗ്രം നോക്കാം. സർക്യൂട്ട് ഡയഗ്രത്തിൽ മെയിനായിട്ട് 6 തൈറിസ്റ്റേഴ്സും പിന്നെ അതിന് വേണ്ട 6 പൾസ് ജനറേറ്റേഴ്സും ആണ്. പിന്നെ നമ്മുടെ ഇൻപുട്ട് സൈഡിലെ 3 ഫേസ് സപ്ലൈയും പിന്നെ ഔട്ട്പുട്ട് മെഷർ ചെയ്യാനായിട്ടുള്ള സ്കോപ്പും ഡിസ്പ്ലേസാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തൈറിസ്റ്റർ വെച്ച് തുടങ്ങാം. തൈറിസ്റ്റർ സെർച്ച് ചെയ്തിട്ട് നമുക്ക് അതിലെ മെഷർമെൻറ്റ് പോർട്ട് ഓഫ് ചെയ്യാം. ഇനി അത് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് 6 ഫിക്സ് ചെയ്യാം. ഇപ്പോൾ 6 തൈറിസ്റ്റേഴ്സുമായി. ഇനി നമുക്ക് 3 ഫേസ് സോഴ്സാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് 3 ഫേസ് സോഴ്സ് സെർച്ച് ചെയ്ത് ആഡ് ചെയ്യുക. അത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇമ്പിഡൻസിലെ ഇൻറ്റേർണൽ ഓപ്ഷൻ അൺചെക്ക് ചെയ്ത് ഓക്കെ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു കറണ്ട് മെഷർമെൻറ്റ് വേണം, അത് നമുക്ക് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 3 ഫേസ് VI മെഷർമെൻറ്റ് ബ്ലോക്ക് വേണം, അത് ആഡ് ചെയ്തിട്ട് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ വോൾട്ടേജ് മെഷർമെൻറ്റ് ഫേസ് ടു ഫേസ് സെലക്ട് ചെയ്ത് കറണ്ട് മെഷർമെൻറ്റ് നോയും സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ഇനി നമുക്ക് 6 തൈറിസ്റ്റേഴ്സിനും 6 പൾസ് ജനറേറ്റേഴ്സ് വേണം. അപ്പോൾ നമുക്ക് 6 പൾസ് ജനറേറ്റേഴ്സ് വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ലോഡ് വെക്കാം. അതിനുവേണ്ടി സീരീസ് RLC ബ്രാഞ്ചാണ് വെക്കുന്നത്. അതിൽ നമ്മൾ 6 ലോഡാണ് ഇപ്പോൾ വെക്കുന്നത്. അപ്പോൾ 6 സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ലോഡ് കറണ്ട് മെഷർ ചെയ്യാനായിട്ടൊരു കറണ്ട് മെഷർമെൻറ്റ് വേണം. പിന്നെ ലോഡും വോൾട്ടേജ് മെഷർ ചെയ്യാനായിട്ടൊരു വോൾട്ടേജ് മെഷർമെൻറ്റും. പിന്നെ ഒരു സ്കോപ്പാണ് വേണ്ടത്. 4 ഇൻപുട്ട് സ്കോപ്പ് വെക്കാം നമ്മുടെ ഔട്ട്പുട്ട്സ് എല്ലാം മെഷർ ചെയ്യാൻ വേണ്ടി. ഇനി നമുക്കൊരു THD ബ്ലോക്ക് വേണം നമ്മുടെ കറണ്ടിൻ്റെ THD വാല്യൂസ് അറിയാൻ വേണ്ടി. പിന്നെ ഒരു ഗെയിൻ ബ്ലോക്കും പിന്നെ ഒരു ഡിസ്പ്ലേ ബ്ലോക്കും കൂടെ നമുക്ക് അതിന് ഫോളോ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് 2 മെയിൻ ബ്ലോക്ക് വേണം, അത് നമ്മുടെ ആവറേജ് വാല്യൂസ് കാണാനായിട്ടാണ്. ഓരോ മെയിൻ ബ്ലോക്കിനും ഓരോ ഡിസ്പ്ലേ വേണം. അപ്പോൾ നമുക്ക് 2 ഡിസ്പ്ലേയും കൂടെ സെറ്റ് ചെയ്യാം. അവസാനം നമുക്കൊരു ഗെയിനും പിന്നെ ഒരു മക്സും പിന്നെ ഒരു സ്കോപ്പുമാണ് വേണ്ടത്. ഇതിൽ ഗെയിൻ വെക്കാനായിട്ടുള്ള കാരണം നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജസ് എല്ലാം കാണാൻ വേണ്ടിയിട്ടാണ്, അതായത് എല്ലാ ഫേസസും വിസിബിൾ ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഏറ്റവും അവസാനം നമുക്ക് പവർ GUI ബ്ലോക്കും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഇത്രയായി കഴിയുമ്പോൾ നമ്മുടെ എല്ലാ കമ്പോണൻസും ആയി. ഇനി നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് കണക്ഷൻ കൊടുത്തു പോകാം. ഇനി നമുക്ക് ഒരു വാല്യൂസ് എൻ്റർ ചെയ്യാം. ആദ്യം തന്നെ നമ്മുടെ 3 ഫേസ് സോഴ്സിൽ നമ്മൾ ഉപയോഗിക്കുന്നത് 400 വോൾട്ട് ആൻഡ് 50 ഹെർട്സ് AC ആണ്. അപ്പോൾ അത് എൻ്റർ ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലോഡ് റെസിസ്റ്റൻസ് 10 ohm ആണ്, അതും കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. ഇനി നമ്മുടെ 2 ഗെയിൻ ബ്ലോക്ക് ഉണ്ടല്ലോ, അതിൻ്റെ വാല്യൂസും കൂടെ സെറ്റ് ചെയ്യുക. THDയുടെ ഗെയിൻ ബ്ലോക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് അതിന് പെർസെൻറ്റേജ് ആക്കാനായിട്ടാണ്. അപ്പോൾ ജസ്റ്റ് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പെർസെൻറ്റേജ് വാല്യൂ കിട്ടും. ഇനി ഇവിടുത്തെ ഗെയിൻ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കൊടുക്കുന്ന ഇൻപുട്ട് സോഴ്സിൽ VAB, VBC, VCA അങ്ങനത്തെ വാല്യൂസാണ് വന്നത്. പക്ഷേ അതിന് നമുക്ക് VBAയും VCA അങ്ങനത്തെ നെഗറ്റീവ് ഫേസസും കൂടെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടുത്തെ ഗെയിൻ ബ്ലോക്കിന് -1 എന്ന് പറയുന്ന വാല്യൂ വന്നത്. അപ്പോൾ നമുക്ക് എല്ലാ സിഗ്നൽസും സ്കോപ്പിൽ വരും. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് -1 കൊടുക്കാം. ഇനി നമുക്ക് ഓരോ ബ്ലോക്കിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി സെറ്റ് ചെയ്യാം. ഇതിലിപ്പോൾ ഉപയോഗിക്കുന്ന THDയും പിന്നെ മെയിൻ ബ്ലോക്കിനുമാണ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി സെറ്റ് ചെയ്യേണ്ടത്. അത് നമ്മൾ ഈ കൊടുക്കുന്ന ഇൻപുട്ട് 50 ഹെർട്സ് AC ആയതുകൊണ്ട് എല്ലാത്തിൻ്റെയും ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി 50 ഹെർട്സ് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് 6 പൾസ് ജനറേറ്റേഴ്സിനുള്ള വാല്യൂസ് എൻ്റർ ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ കൊടുത്തേക്കുന്ന ഫ്രീക്വൻസി 50 ഹെർട്സ് ആയതുകൊണ്ട് തന്നെ പീരീഡ് 1/50യും പിന്നെ പൾസ് വിഡ്ത്ത് ഏകദേശം 50 എല്ലാത്തിനും കോൺസ്റ്റൻ്റ് ആക്കി തന്നെ കൊടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാ പൾസ് ജനറേറ്റേഴ്സിലും ഈ വാല്യൂസ് എൻ്റർ ചെയ്യാം, അതായത് പീരീഡ് 1/50യും പൾസ് വിഡ്ത്ത് 50.
ഇനി ആകെ ഫേസ് ഡിലേയും കൂടെ കൊടുക്കാനുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ടേബിൾ നോക്കാം. അപ്പോൾ ഈ ടേബിൾ നോക്കുമ്പോൾ T1ൻ്റെ മിനിമം ട്രിഗറിങ് ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു ആൽഫ ഡിഗ്രിയിൽ ട്രിഗർ ചെയ്യണമെന്നുണ്ടെങ്കിൽ T1 30 പ്ലസ് ആൽഫയിൽ വേണം ട്രിഗർ ആവാൻ. അപ്പോൾ T1 ട്രിഗർ ആയി കഴിഞ്ഞ് 60 ഡിഗ്രി കഴിയുമ്പോഴാണ് T2 ട്രിഗർ ആവുന്നത്. അപ്പോൾ T2 ട്രിഗർ ആവുന്നത് 90 പ്ലസ് ആൽഫയിലായിരിക്കും. അതേപോലെ T3 എന്ന് പറയുന്നത് T2 ട്രിഗറായി 60 ഡിഗ്രി കഴിയുമ്പോൾ, അപ്പോൾ 150 പ്ലസ് ആൽഫ. അതേപോലെ T4 എന്ന് പറയുന്നത് T3 കഴിഞ്ഞ് 60 ഡിഗ്രി കഴിയുമ്പോഴാണ്, അതായത് 210 പ്ലസ് ആൽഫ. T5 എന്ന് പറയുന്നത് T4 കഴിഞ്ഞ്, അപ്പോൾ 270 പ്ലസ് ആൽഫ. പിന്നെ T6 എന്ന് പറയുന്നത് T5 കഴിഞ്ഞ് 60, അപ്പോൾ 330 പ്ലസ് ആൽഫ. അപ്പോൾ ഇത്രയും വാല്യൂസാണ് നമ്മൾ ഓരോ തൈറിസ്റ്റേഴ്സിനും എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ഡിഗ്രീസിലാണ്, പക്ഷെ നമുക്ക് ഫേസ് ഡിലേ സെക്കൻഡ്സിലാണ് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഫ്രീക്വൻസി 50 ഹെർട്സ് ആയതുകൊണ്ട് ടൈം പീരീഡ് 0.02 സെക്കൻഡ്, അഥവാ 1 ഡിഗ്രി ഈക്വൽ ടു 0.02/360 എന്ന് കിട്ടും. അപ്പോൾ ഇത് വെച്ച് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നേരത്തെ കിട്ടിയ വാല്യൂസിനെ ഡിഗ്രീസിലുള്ളതിനെ സെക്കൻഡ്സിലോട്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് T1, T2, T3, T4 എന്ന് പറയുന്നത് ഓരോന്നും സെക്കൻഡ്സിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ വാല്യൂസ് നമുക്ക് ഇതേപോലെ പൾസ് ജനറേറ്റേഴ്സിൽ എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ആദ്യം T1ൻ്റെയാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടതെങ്കിൽ T1ൻ്റെ പൾസ് ജനറേറ്റർ സെലക്ട് ചെയ്തിട്ട് അതിൽ ഫേസ് ഡിലേ 0.02 ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു 30 പ്ലസ് എ എന്ന് പറയുന്നത് നമ്മളിവിടെ ആൽഫക്കോഗർ ഉപയോഗിക്കുന്ന ഒരു വർക്ക് സ്പേസ് വേരിയബിളാണ്. അപ്പോൾ ഇത് നമ്മൾ മാറ്റ്ലാബിൻ്റെ വർക്ക് സ്പേസിൽ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ നമ്മൾ റൺ ചെയ്യുന്നതിന് മുമ്പ് ഈ വേരിയബിൾ ഡിഫൈൻ ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് T2ൻ്റെ ഫേസ് ഡിലേ സെറ്റ് ചെയ്യാം. അതെന്ന് പറയുന്നത് 90 പ്ലസ് എ ആയിരിക്കും. ഇനി T3 ആണ്. അപ്പോൾ T3ൻ്റെ പൾസ് ജനറേറ്ററിൽ നമുക്ക് 150 ആയിരിക്കും. അപ്പോൾ 150 പ്ലസ് എ എൻ്റർ ചെയ്യാം. ഇനി T4ൽ 210 ആയിരിക്കും. അപ്പോൾ T4ൽ 210 പ്ലസ് എ എൻ്റർ ചെയ്യാം. ഇനി നമുക്ക് T5ലാണ് എൻ്റർ ചെയ്യാനുള്ളത്. അപ്പോൾ T5ൽ 270 പ്ലസ് എ ആയിരിക്കും എൻ്റർ ചെയ്യേണ്ടത്. ഇനി അവസാനം T6ൽ 330 പ്ലസ് എ ആയിരിക്കും നമ്മുടെ വാല്യൂ. അപ്പോൾ ഇത്രയും എൻ്റർ ചെയ്തും കണക്ഷനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ എല്ലാം സെറ്റായി. ഇനി റൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ നമ്മുടെ സിമുലിംഗ് വർക്ക് സ്പേസിൽ ഈ വേരിയബിൾ ഡിഫൈൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കമാൻഡ് വിൻഡോയിൽ പോയിട്ട് എ ഈക്വൽ ടു ഒരു വാല്യൂ, ഇപ്പോൾ 60 ഡിഗ്രിയിൽ നമുക്ക് ട്രിഗർ ചെയ്യണമെങ്കിൽ അത് കൊടുത്തിട്ട് എൻ്റർ നിൽക്കി കഴിയുമ്പോൾ നമ്മുടെ എ വേരിയബിൾ വർക്ക് സ്പേസിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ആൽഫ വാല്യൂ ആണ് നമ്മൾ സെറ്റ് ചെയ്തത്. 60 ഡിഗ്രിയിലാണ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തേക്കണം. അപ്പോൾ ഇനി സിമുലേഷൻ ടൈം 0.1 കൊടുത്ത് റൺ ചെയ്യുമ്പോൾ നമ്മുടെ സ്കോപ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട്സ് എല്ലാം കാണാൻ പറ്റും. ഇനി നമുക്ക് വ്യൂവിൽ പോയി ലേ ഔട്ടൊക്കെ ഓരോന്നും സിഗ്നൽസ് സെപ്പറേറ്റ് ചെയ്ത് കാണാം. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ 60 ഡിഗ്രി ട്രിഗറിങ്ങിൻ്റെ ഔട്ട്പുട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജസ് എല്ലാം കൂടി ഒരുമിച്ച് കാണിക്കണം സ്കോപ്പ് തുറക്കാം. അത് തുറന്നു കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് വ്യൂവിൽ പോയിട്ട് സ്റ്റൈൽ എടുത്തിട്ട് നോക്കുമ്പോൾ നമുക്ക് പ്രോപ്പർട്ടീസ് ഫോർ ലൈനിൽ ആകെ 3 സിഗ്നൽസാണ് കാണിക്കുന്നത്. പക്ഷെ നമുക്ക് മോർ ദാൻ 3 സിഗ്നൽസ് എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ സ്കോപ്പ് ക്ലോസ് ചെയ്യണം. ഈ സിമുലിങ്ക് ഒന്നും കൂടെ റൺ ചെയ്യാം. ഒന്നും കൂടെ റണ്ണായി കഴിഞ്ഞിട്ട് പിന്നെ സ്കോപ്പ് തുറന്ന് നമ്മൾ വ്യൂവിൽ സ്റ്റൈൽ നോക്കുമ്പോൾ നമ്മുടെ എല്ലാ സിഗ്നൽസും ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ജസ്റ്റ് ഫിഗർ കളർ, ആക്സിസ് കളർ, ഗ്രിഡ് കളറൊക്കെ മാറ്റി നമുക്ക് വിസിബിളായിട്ടുള്ള രീതിയിൽ കൊടുക്കാം. അപ്പോൾ 3 ഫേസ് മെഷർമെൻറ്റ് 1ലെ ഫസ്റ്റ് സിഗ്നൽ എന്ന് പറയുന്നത് VAB ആയിരിക്കും. അപ്പോൾ നമുക്കൊരു 1.5 തിക്നെസ്സിൽ ഒരു കളർ കൊടുത്ത് നമുക്ക് ആഡ് ചെയ്യാം. ഇനി അടുത്ത സിഗ്നൽ എന്ന് പറയുന്നത് VBC ആയിരിക്കും. അത് നമുക്കൊരു കളർ കൊടുത്ത് തിക്നെസ് മാറ്റി നമുക്ക് വിസിബിളായിട്ടുള്ള രീതിയിൽ എഡിറ്റ് ചെയ്യാം. ഇനി 3 ഫേസ് VI മെഷർമെൻറ്റിലെ തേർഡ് സിഗ്നൽ എന്ന് പറയുന്നത് VC ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ തിക്നെസ്സും കളറും ആഡ് ചെയ്യാം നമുക്ക്. ഇനി നമ്മുടെ ഗെയിൻ ബ്ലോക്കിലെ ഫസ്റ്റ് സിഗ്നൽ എന്ന് പറയുന്നത് VBA ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് ഡോട്ടഡ് ലൈൻസ് കാണിക്കാം, കാരണം അത് നമ്മുടെ VABയുടെ ഇൻവേഴ്സ് ആണല്ലോ. അപ്പോൾ നമുക്ക് ഡോട്ടഡ് ലൈൻസിൽ അതേ കളർ വെച്ച് തന്നെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി നമ്മുടെ ഗെയിൻ ബ്ലോക്കിൽ സെക്കൻഡ് സിഗ്നൽ എന്ന് പറയുന്നത് VCB ആയിരിക്കും. അത് നമുക്ക് ഡോട്ടഡ് ലൈൻസിൽ സെയിം കളർ വെച്ച് തന്നെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി ഗെയിൻ ബ്ലോക്കിൽ തേർഡ് സിഗ്നൽ എന്ന് പറയുന്നത് VAC ആയിരിക്കും. അത് നമുക്ക് സെയിം കളറിൽ ഡോട്ടഡ് ലൈൻസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം.
ഇനി അവസാനം നമ്മുടെ വോൾട്ടേജ് മെഷർമെൻറ്റ് ബ്ലോക്കിലാണ് നമ്മുടെ ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ അത് നമുക്ക് വേറൊരു കളർ കൊടുത്തിട്ട് അത്യാവശ്യം വിഡ്ത്ത് കൂട്ടി കൊടുക്കുക, കാരണം നമുക്കത് എടുത്ത് കാണണം. അപ്പോൾ അതിന് വേണ്ടി വിഡ്ത്ത് കുറച്ച് കൂടുതലിട്ടിട്ട് നമ്മൾ ഓക്കെ നിൽക്കി കഴിയുമ്പോൾ നമ്മുടെ സിഗ്നൽസൊക്കെ ഇപ്പോൾ എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഔട്ട്പുട്ട് ഇപ്പോൾ നല്ല തിക്കറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വ്യൂവിൽ പോയിട്ട് ലെജൻഡ് ഓപ്ഷൻ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലെജൻസൊക്കെ വരും. ഇത് എഡിറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഓരോ പേരായിട്ട് എൻ്റർ ചെയ്യാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ VAB, ഇനി രണ്ടാമത്തെ സിഗ്നൽ എഡിറ്റ് ചെയ്തിട്ട് അതിനെ VBC ആഡ് ചെയ്യാം. ഇനി മൂന്നാമത്തെ സിഗ്നൽ എന്ന് പറയുന്നത് VCA ആണ്. അപ്പോൾ അത് നമുക്ക് ആഡ് ചെയ്യാം. ഇനി നാലാമത്തെ സിഗ്നൽ, അതായത് ഗെയിൻ ബ്ലോക്കിൻ്റെ ഫസ്റ്റ് സിഗ്നൽ എന്ന് പറയുന്നത് VBA ആണ്. പിന്നുള്ളത് നമ്മുടെ VCB ആണ്. ഇനി നമുക്ക് VAC സിഗ്നലുണ്ട് ഗെയിൻ ബ്ലോക്കിൻ്റെ തേർഡ് സിഗ്നലായിട്ട്. ഇനി ലാസ്റ്റത്തെ സിഗ്നലാണ് നമ്മുടെ കൺവെർട്ടറിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഒന്ന് എടുക്കാം. ഇനി ഇതൊക്കെ എൻ്റർ ആയി കഴിഞ്ഞിട്ട് ചില സിഗ്നൽ ഇപ്പോൾ വിസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലെജൻസിൽ പോയിട്ട് ഓരോ സിഗ്നലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് തിരിച്ച് വിസിബിളായിട്ട് വരും. ഇപ്പോൾ നമുക്ക് എല്ലാ സിഗ്നൽസും തിരിച്ച് വിസിബിളായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട്സ് എല്ലാം കിട്ടി, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ സ്കെയിലിംഗ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് വേണ്ട റീജിയൻ നമുക്ക് സൂമിനൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട്സൊക്കെ ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. 60 ഡിഗ്രി ട്രിഗറിങ്ങിൻ്റെ ലോഡിൻ്റെ ഔട്ട്പുട്ടാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് 3 ഡിസ്പ്ലേ ബ്ലോക്സ് ഉണ്ട്. ഇതെന്തിനാണ് വെച്ചേക്കണേന്ന് വെച്ചാൽ നമുക്കൊരു ടേബിൾ ഫില്ല് ചെയ്യാനായിട്ടുണ്ട്. ടേബിളിൽ നമുക്ക് ഫയറിങ് ആംഗിളും ലോഡും മാറ്റി കൊടുത്തിട്ട് കുറച്ച് വാല്യൂസ് നോട്ട് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ലോഡ് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലോഡിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് RL കൊടുത്തിട്ട് എല്ലിൻ്റെ വാല്യൂ ഏകദേശം ഒരു 40 മില്ലി ഹെൻറി ഒക്കെ കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഓക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ലോഡ് RL ആവും. ഇനി അതിന് തിരിച്ച് 6 ആക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതേപോലെ തന്നെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് RL മാറ്റി 6 കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ 6 RL ലോഡ്സ് നമുക്കിങ്ങനെ മാറ്റി കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഫയറിങ് ആംഗിളാണ് മാറ്റേണ്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കമാൻഡ് വിൻഡോയിൽ പോയിട്ട് Aൻ്റെ വേരിയബിളിൻ്റെ വാല്യൂസ് മാറ്റുമ്പോൾ നമ്മുടെ ആൽഫയുടെ വാല്യൂ നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ ആദ്യം A = 0 കൊടുക്കുമ്പോൾ നമ്മുടെ വർക്ക് സ്പേസിൽ A 0 ആയി. ഇനി നമ്മൾ സിമുലേഷൻ ഒന്നും കൂടെ റൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ഡിഗ്രി ട്രിഗറിങ്ങിൻ്റെ ഔട്ട്പുട്ടായിരിക്കും. ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ A = 30 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആൽഫ 30 ട്രിഗറിങ്ങിൻ്റെ ഔട്ട്പുട്ടായിരിക്കും നമ്മൾ ഒന്നും കൂടെ റൺ ചെയ്യുമ്പോൾ കിട്ടാൻ പോണത്. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടെ റൺ ചെയ്തിട്ട് നമ്മുടെ മെയിൻ ഔട്ട്പുട്ട് സ്കോപ്പ് നോക്കുമ്പോൾ നമുക്കതിൽ 30 ഡിഗ്രിയുടെ ട്രിഗറിങ് കാണാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നമുക്ക് R ആൻഡ് RL വാല്യൂസും പിന്നെ ട്രിഗറിങ് ആംഗിൾസും മാറ്റി നമുക്ക് വാല്യൂസ് നോട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിസ്പ്ലേസ് എന്ന് പറയുന്നത് ആദ്യത്തെ നമ്മുടെ പെർസെൻറ്റേജ് വാല്യൂ ഓഫ് THD, രണ്ടാമത്തെ വോൾട്ടേജ് കണക്ട് ചെയ്തേക്കുന്ന മെയിൻ ആയതുകൊണ്ട് ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജും പിന്നെ ആവറേജ് കറണ്ടുമാണ്. അപ്പോൾ നമുക്ക് ആ വാല്യൂസ് വെച്ചിട്ട് ഈ ടേബിൾ ഫില്ല് ചെയ്യാം. ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ്, ആവറേജ് കറണ്ടും THD ഇൻ പെർസെൻറ്റേജും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ ടേബിളും കൂടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തേർഡ് എക്സ്പെരിമെൻ്റ് ആയിട്ടുള്ള 3 ഫേസ് കൺവേർട്ടേഴ്സ് കംപ്ലീറ്റ് ആവും.